അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ഖാലിഖിൽ അനാം വറാസിഖിൽ ലവാം വഖാസിമിൽ അഖ്സാം. വസ്സലാത്തു വസ്സലാമു അലൻ നബിയിൽ ഇമാം വഅലാ ആലിഹിൽ ബററത്തിൽ കിറാം വഅഫ്ദലി തഹിയ്യത്തി വസ്സലാം. നാം എല്ലാവരും ഇന്ന് നോമ്പുകാരാണ്. പരിശുദ്ധ റമളാൻ നമുക്ക് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ ആരംഭം അല്ലാഹു നൽകിയത് വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ച നോമ്പാവുക എന്ന് പറഞ്ഞാൽ ഏത് അത്ഭുതങ്ങളാണ് എൻ്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു നമുക്ക് ഇതോടൊപ്പം നൽകാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം ഇന്ന് മഗ്‌രിബാകുന്നതിൻ്റെ മുമ്പ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആരെല്ലാം ദാരിദ്ര്യം വേണ്ട എന്നാഗ്രഹിക്കുന്നുണ്ടോ അവർ ഇന്ന് മഗ്‌രിബിന് മുമ്പായി ഇത് ചെയ്യണം. അതുപോലെ ഭ്രാന്ത് പോലത്തെ അസുഖങ്ങൾ, വെള്ളപ്പാണ്ട് പോലത്തെ അസുഖങ്ങൾ, കണ്ണിൻ്റെ രോഗങ്ങൾ, ഇത്തരത്തിലുള്ള എല്ലാ രോഗത്തിനും അള്ളാഹുവിനെ സലാമത്താക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അസറിൻ്റെ മുമ്പായി ഈ ഒരു കാര്യം ചെറിയ കാര്യമാണ്, നമ്മുടെ ആരോഗ്യത്തിനൊക്കെ വലിയ നല്ലതാണ്. നാം ഇത് ചെയ്താൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുമെന്നുള്ളതാണ്. ഇന്ന് പ്രധാനപ്പെട്ട ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് വ്യാഴാഴ്ചയാണ്, റമദാൻ ഒന്നും കൂടിയാണ്. വ്യാഴാഴ്ച റമദാൻ ഒന്നാവുക എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്ന ദിവസമാണ്. പരിശുദ്ധ റമദാൻ തന്നെ സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുമ്പോൾ വ്യാഴാഴ്ച കൂടെ തുറക്കപ്പെടും എന്ന് പറയുമ്പോൾ ഈ രണ്ട് ഒന്നിച്ച് അള്ളാഹു നമുക്ക് സമ്മേളിച്ചെന്ന് പറയുമ്പോൾ നാം വലിയ ഭാഗ്യവാന്മാരാണ്. നമുക്കിതിൻ്റെ മഹത്തായ ഭാഗ്യം മനസ്സിലാക്കണമെങ്കിൽ നാം ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. മുത്തായ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് പരിശുദ്ധമായ ദീൻ സ്വീകരിച്ചു അല്ലേ. ആ സ്വഹാബിൽ ഒരാൾ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയി, മറ്റൊരാൾ ഒരു വർഷം കഴിഞ്ഞ് രോഗം ബാധിച്ച് മരണപ്പെട്ടു പോയി. ഈ രണ്ടാളുകളെ സ്വപ്നത്തിൽ കണ്ടു. എന്നാൽ യുദ്ധത്തിൽ മരണപ്പെട്ട ആൾ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് ഒരു വർഷം കഴിഞ്ഞ് മരണപ്പെട്ട വ്യക്തി, അയാൾ സാധാ ഒരു മരണമാണ്, ചെറിയൊരു രോഗം വന്ന് അങ്ങനെ മരണപ്പെട്ടു പോയതാണ്. ഈ സ്വപ്നം കണ്ട റസൂൽ, ഇവർ മരണപ്പെട്ടതിന് ശേഷം സ്വപ്നം കണ്ട ഒരു സ്വഹാബി റസൂലിൻ്റെ അരികിൽ പോയി പറഞ്ഞൊരു വാക്കുണ്ട്, യാ റസൂൽ അല്ലാഹ്, യുദ്ധത്തിന് അള്ളാഹുവിനടുക്കൽ വലിയ പ്രതിഫലമൊന്നും ഇല്ലേ? ആ രണ്ടാളിൽ ഒരാൾ യുദ്ധത്തിൽ ഷഹീദായ ആളാണ്, മറ്റേയാൾ ഒരു വർഷം ജീവിച്ച് പിന്നെ ഇങ്ങനെ സാധാ ഒരു മരണമാണ് അയാൾക്ക് സംഭവിച്ചത്. എന്നാൽ ഈ സാധാ ഒരു മരണപ്പെട്ട ഒരാൾ യുദ്ധത്തിൽ മരണപ്പെട്ട ആളെക്കാൾ മുൻപന്തിയിൽ സ്വർഗത്തിലെത്തി നബിയെ. അപ്പോൾ യുദ്ധത്തിനൊന്നും പ്രാധാന്യമില്ലേ? തൻ്റെ സ്വത്തും സമ്പത്തും ഉറ്റവർ ഉടയവർ എല്ലാവരും വലിച്ചെറിഞ്ഞിട്ടല്ലേ ഈ ഒരു പ്രവൃത്തിയിലേക്ക് അവർ പോകുന്നത്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ചോദ്യം സ്വഹാബത്തിനോട്, അയാൾക്ക് ഏതെങ്കിലും ഒരു റമദാൻ കിട്ടിയിട്ടുണ്ടോ? അതിൻ്റെ ശേഷം അതെ, ഒരു റമദാനൊക്കെ ആൾക്ക് കിട്ടിയിട്ടുണ്ട്, പിന്നെയാണ് അയാൾ മരണപ്പെടുന്നത്. എന്നാൽ അതാണ് അതിൻ്റെ കാരണം. നോക്കൂ, ഒരു റമദാൻ അങ്ങനെയാണ്. റമദാനിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതും അള്ളാഹു നമുക്ക് വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് നൽകിയെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആകാശഭൂമികൾക്കുള്ള വ്യത്യാസം പോലെയാണ്. അള്ളാഹു തന്ന റമദാൻ നമുക്കെതിരായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥയിലും റമദാൻ ആകരുത്. അത് നാം ശ്രദ്ധിക്കണം. അനുകൂലമായി സാക്ഷി നിൽക്കണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഇജ്അൽ ഹാദ അശ്ശഹ്റ ശരീഫ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ. ഈ ദുആ നിരന്തരമായിരിക്കണം. അപ്പോൾ ഒന്നാമത് സ്വർഗത്തിൻ്റെ കവാടം തുറക്കപ്പെടുന്ന വ്യാഴാഴ്ചയും പരിശുദ്ധ റമദാൻ തുറക്കപ്പെടുന്ന രണ്ട് ഇരട്ട ഒന്നിച്ചു വന്നൊരു സന്തോഷം. വ്യാഴാഴ്ച എന്നുള്ളത് പ്രത്യേകമായി മർഫു ആയ ദിവസമാണ്. നമ്മുടെ അമലുകളെല്ലാം അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന ദിവസമാണ്. ആ സമയത്തും ആദ്യം നമ്മുടെ നോമ്പും അതോടൊപ്പം അള്ളാഹുവിലേക്ക് ചേരാൻ പോവുകയാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അതോടൊപ്പം മൂന്നാമതായി അയ്യാമുൽ അഹ്സനുൽ അയ്യാം, ദിവസങ്ങളിൽ ഏറ്റവും മനോഹരമായ ദിവസമാണ് വ്യാഴാഴ്ച എന്നുള്ളത് അല്ലേ. ആ ദിവസം തന്നെ അള്ളാഹു നമുക്ക് ഒന്നാക്കി തന്നു എന്നുള്ളത് ഏറ്റവും വലിയ സന്തോഷകരമായ വിഷയം. നോക്കൂ, വെള്ളിയാഴ്ച ഒരാൾ മരണപ്പെട്ടാൽ ഖബറിൽ അവനിക്ക് ഫിത്ന ഉണ്ടാവില്ല, ഒരിക്കലും ഖബർ ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല, അവൻ രക്ഷപ്പെടുമെന്ന് ഹദീസിലൊക്കെ നാം പഠിച്ചവരാണ്.
എന്നാൽ ഈ വെള്ളിയാഴ്ച തുടങ്ങുന്നത് എപ്പോഴാണ്? വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ നല്ലൊരു മരണത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം അത് വ്യാഴാഴ്ചയിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് അത്ഭുതമാണ് വ്യാഴാഴ്ച എന്നുള്ളത്. വ്യാഴാഴ്ച അസ്റിൻ്റെ ശേഷം ഒരു സമയമുണ്ട്, പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെടുത്തരുത്. അത് അസറിൻ്റെ ശേഷം അള്ളാഹുവിനോട് ഇരു കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് വലിയ ഇജാബത്താണ്, വലിയ ഉത്തരമാണ്. അതൊന്നും നഷ്ടപ്പെടുത്തരുത്. അത് അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ഭാഗ്യമാണ്. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നുള്ളതാണ്. നമുക്ക് പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കാൻ, അതുപോലെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾ ചോദിക്കാൻ അള്ളാഹു നമുക്ക് നൽകിയ വലിയ അവസരമാണ് അസറിൻ്റെ ശേഷം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ദാരിദ്ര്യം വേണ്ട എന്നുള്ളവർക്ക്, പലവിധ രോഗങ്ങൾ തൊട്ട് ശമനം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച വ്യാഴാഴ്ച അസർക്ക് ശേഷം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വിരലുകളുടെ നഖം വെട്ടുക എന്നുള്ളത്. നഖം വെട്ടിയാൽ അവർക്ക് ഭ്രാന്ത് പോലത്ത, അതുപോലെ വെള്ളപ്പാണ്ട് പോലത്ത കണ്ണിന് ബാധിക്കുന്ന അസുഖങ്ങൾ, ദാരിദ്ര്യം, ഇതിനെ തൊട്ടെല്ലാം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല വലിയ കാവൽ നൽകുമെന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത് വലിയ അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതോടൊപ്പം ഈ കാര്യം ഗൗരവമാണ്. അതുപോലെ ഭക്ഷണം അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, എൻ്റെ പ്രിയപ്പെട്ടവർ, അത് നന്ദിയുള്ളവരാകേണ്ടവരാണ് നാം. പ്രത്യേകിച്ച് വ്യാഴാഴ്ച പരിശുദ്ധ റമദാൻ ഒന്നായി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ലൈലത്തുൽ ഖദ്ർ. നാം പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. എന്നാൽ ലൈലത്തുൽ ഖദ്ർ ആകാൻ സാധ്യതയുള്ള ദിവസങ്ങൾ 21, 23, 25, 27 എന്നീ ദിവസങ്ങൾ, 29 ഒറ്റപ്പെട്ട ദിവസങ്ങളിലാകുമെന്ന് നാം ആ ദിവസം പ്രതീക്ഷിച്ച് കഴിയുന്നവരാണ്. എന്നാൽ വ്യാഴാഴ്ച നോമ്പായാൽ മഹാനായ ഇമാം ഗസാലിയെ പോലത്തെ ആളുകൾ പറയുന്നുണ്ട്, അതിൻ്റെ ലൈലത്തുൽ ഖദ്ർ, ആ മാസത്തിൻ്റെ ലൈലത്തുൽ ഖദ്ർ അത് 25-നായിരിക്കും. റമദാൻ 25, അതായത് ഇതേ വരുന്ന മാർച്ച് 14 ശനിയാഴ്ച അസ്തമിച്ച ഞായറാഴ്ച രാത്രിയായിരിക്കുമെന്ന് മഹാനായ ഇമാം ഗസാലിയെ പോലത്തെ ആൾക്കാർ. കാരണം 25 നോമ്പിലാണ് കൂടുതൽ ലൈലത്തുൽ ഖദ്റാകാൻ സാധ്യത ഉള്ള ദിവസം എന്നുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വ്യാഴാഴ്ച ദിവസം നാം ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ, നഖം വെട്ടുക, പ്രത്യേകിച്ച് പരിശുദ്ധമായ ദിവസം വ്യാഴാഴ്ച വളരെ മഹത്വത്തോടു കൂടി, അത് അഹ്സനുൽ അയ്യാമാണ് എന്ന നിയത്തോടു കൂടി നാം അതിനെ കാണുകയാണെങ്കിൽ നമുക്കും അതിൻ്റെ പ്രതിഫലം കിട്ടും. വളരെ അത്ഭുതകരമായ ദിവസമാണ് വ്യാഴാഴ്ച എന്നുള്ളത്. അള്ളാഹു ഇതേ നോമ്പിൻ്റെ തുടക്കം വ്യാഴാഴ്ച ആക്കി കളഞ്ഞു. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നമ്മേവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി